ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ മട്ടൻ ബിരിയാണിയുടെ പേരിലുള്ള വമ്പൻ വഴക്കിന്റെ പേരിൽ അനീഷും ഷാനവാസും തമ്മിൽ ഭയങ്കരമായി ഉടക്കിയിരുന്നു. ഇന്ന് ഫുൾ പിണക്കമായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അവർ തമ്മിലൊന്ന് സംസാരിച്ച് കാണുന്നത് ലൈവിനകത്ത്. അനീഷിന്റെ അടുത്ത് ഒരു കല്യാണ ആലോചനയുമായിട്ടാണ് ഷാനവാസ് ചെല്ലുന്നത് കേട്ടോ. വെറുതെ കൈയും വീശിയല്ല ചെല്ലുന്നത്, ഒരു കല്യാണ ആലോചനയായിട്ടാണ് ചെല്ലുന്നത്. ജിസേലിന്റെ മമ്മി പറഞ്ഞായിരുന്നു അത്രേ, ജിസേലുമായിട്ട് അനീഷിന് കല്യാണം ആലോചിക്കാമെന്ന്. ചുമ്മാ പറയുന്നതാണ് കേട്ടോ. അതാവുമ്പോ നിനക്കൊരു ജീവിതവും കിട്ടും, എനിക്കൊരു ബിരിയാണിയും കിട്ടും. ഡീലെപ്പിടി, ചിക്കൻ വേണോ, മട്ടൻ വേണോ, അതോ താറാവ് വേണോ, ബീഫ് വേണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് വൻ വിറ്റടിക്കുന്നുണ്ട്. ഷാനവാസ് ബ്രോക്കറോ വല്ലതും ആണോ എന്ന് അനീഷ് ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ചെമ്മീൻ ഫാക്ടറിയുടെ മുതലാളിയാണ്, ആലപ്പുഴയിൽ വമ്പൻ തറവാടൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അവിടെ ആര്യൻ പറയുന്നുണ്ട്, പിന്നെ ഷാനവാസും പറയുന്നുണ്ട്. ഫിനാൻഷ്യലി ഞാൻ നിന്നെ നോക്കിക്കോളാം അനീഷ് എന്ന ഉടനെ ജിസയിലും. അനീഷ് എന്നിട്ട് ഇത് കാര്യമായി എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നത് 100 ദിവസം ജീവിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടന്റ് സ്ട്രാറ്റജി ഒക്കെയാണ്, എനിക്കിത് ജീവിതമാണ് എന്ന് പറയുന്നുണ്ട്. അതിനെന്താ, നിനക്ക് ഞാൻ ജീവിതം സെറ്റ് ചെയ്ത് തരുന്നില്ലേ, നിനക്കൊരു ജീവിതം കിട്ടത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഇങ്ങനെ പുറകെ നടക്കുകയാണ്. വെറുതെ അനീഷിനെ ഇട്ടാക്കുന്നതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ജിസേലിന്റെ മമ്മി വന്നിട്ട് അനീഷുമായിട്ട് കോംബോ പിടിക്കാനായിട്ട് പറഞ്ഞതാണ്. മാക്സിമം പോയാൽ അതേ നടന്നു കാണത്തുള്ളൂ. അതാണ് ഇവര് ചുമ്മാ ഇട്ടി കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്, വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷിനെ പറ്റി ജിസേലിന്റെ മമ്മി പറഞ്ഞ ഒരു ഭാഗങ്ങൾ ബിഗ് ബോസ് നൈസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പൊ തന്നെ ഇത് ഈ ഒരു സംഭവം ഞാൻ ഊഹിച്ചതാണ്, കോംബോ പിടിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം മമ്മി പറഞ്ഞത്. ഇതിപ്പോ അനീഷിനെ ജിസേൽ അധികം വൈകാതെ പ്രപ്പോസ് ചെയ്യും എന്നൊക്കെ തോന്നും കേട്ടോ. ഷാനവാസ് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊക്കെയാണ് കളിയാക്കുന്നത്. അല്ലെങ്കിൽ ഷാനവാസ് ബ്രോക്കർ കളിച്ചത് ചെയ്യിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര എന്റർടൈനിങ് ആണ്. ഷാനവാസ് ഇങ്ങനെ പുറകെ കൂടിയിരിക്കുകയാണ്. ആദ്യത്തെ ആഴ്ച കണ്ടിട്ടുള്ളത് പോലൊക്കെ തന്നെ അനീഷ് ഇങ്ങനെ നടക്കുന്നു, ഷാനവാസ് പുറകെ നടക്കുന്നു. ഷാനവാസ് ഇതിപ്പോ എങ്ങനെയെങ്കിലും നോക്കുന്നതാണോ എന്നും അറിയത്തില്ല കേട്ടോ. കാരണം ഇവര് തമ്മിലുള്ള ആ ഒരു പിണക്കം അധികം ഒത്തിരി അങ്ങ് നീണ്ടുപോയാൽ ഷാനവാസിന് തന്നെയാണ് അതിന് ദോഷം. അപ്പൊ അതുകൊണ്ട് പുറകെ കൂടിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.